ജോണിച്ചേട്ടനായാലും വിനയൻ സാറായാലും എൻ്റെ ലൈഫിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള പിന്നെ 2 ഡയറക്ടർമാരാണ്. സുധീറിന് ക്യാൻസറാണോ? ആണോ ഡോക്ടർ? അതെ. അതിന് നിങ്ങളെന്തിനാ വിഷമിക്കണം? എനിക്ക് വിഷമില്ലെങ്കിൽ അതൊക്കെ സഹിക്കാൻ മേല. നമ്മൾ ഒരിക്കലും പിന്നെ അവരെ ആ ഏരിയക്ക് പോവില്ല. അവരൊക്കെ അവരെ വളയ്ക്കാൻ നോക്കി എന്ന് പറയുമ്പോഴുണ്ടല്ലോ ചങ്ക് തകർന്നു പോകും. അറസ്റ്റ് ചെയ്തു. ഞാൻ ടി വിക്കകത്തോടെ എന്നെ അറസ്റ്റ് ചെയ്തിട്ട് ഞാൻ ടി വിക്കകത്ത് കണ്ടിട്ടുണ്ട്. ആ തീർച്ചയായിട്ടും. സുധീർ ജാമ്യം. ഞാൻ എന്നെ പോലെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. നമസ്കാരം, താരോത്സവത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഗസ്റ്റായിട്ട് വന്നേക്കുന്നത് ഒരു വില്ലനാണ്. വില്ലൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ സിനിമയിലും ഒരു വില്ലൻ, അതായത് നമ്മൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണ്. സോ ലെറ്റ് മീ വെൽക്കം സുധീർ ചേട്ടൻ. ഹായ് ചേട്ടാ. ചേട്ടാ എന്താ ചേട്ടാ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്നത്? നമസ്കാരം. സീരിയസ് അല്ല, ഞാൻ ഇദ്ദേഹം ചേട്ടാ ലൈഫിൽ വില്ലൻ ആവണ്ട, ഇന്റർവ്യൂല് വില്ലൻ ആവണ്ട. ഞാൻ ഇദ്ദേഹം പറഞ്ഞ ആ ഒരു സ്റ്റൈലേ എല്ലാ സിനിമയിലും വില്ലനാന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കണാണോ? ശരി ആണല്ലേ? എല്ലാത്തിനകത്ത് നെഗറ്റീവ് ക്യാരക്ടർ. അതാണെങ്കിൽ ഏറ്റവും ചേട്ടാ എനിക്കങ്ങ് ഫീൽ ആയത് മറ്റേ CID മൂസയിലെ വില്ലൻ ആയതാണ്. എന്താണ് ചേട്ടാ, ഭയങ്കര വിഷമമുണ്ട് ചേട്ടാ ഉള്ളില്. അതെ, എല്ലായിടത്തും ഇങ്ങനെ വന്ന് വില്ലനായിട്ട് എല്ലാവരുടെയും ലൈഫ് ഇങ്ങനെ പോയി പ്രശ്നം ഉണ്ടാക്കുന്നതിൽ എനിക്ക് നല്ല വിഷമം. കാര്യം എന്ന് വെച്ചാല് ഈ വില്ലൻ എന്ന് പറയുന്ന വില്ലൻ ചെയ്യാൻ ഭയങ്കര പാടാ സിനിമയിൽ, അതറിയില്ലേ? എല്ലാം ഭയങ്കര പ്രയാസമാണ് ചേട്ടാ. കാരണം നമ്മുടെ മുഖത്തില് എപ്പോഴും ഇങ്ങനെ ഈ ഞരമ്പൊക്കെ വലിഞ്ഞു പറഞ്ഞ് ആ ഒരു ക്രൂരത വരുത്തുക പറഞ്ഞാൽ അത് കഷ്ടമാണ്. നായക കഥാപാത്രം ചെയ്യാൻ ഈസിയാണ്. അപ്പൊ എല്ലാവരും നായക കഥാപാത്രം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വില്ലൻ കഥാപാത്രം ചെയ്യാൻ ആളെ ആവശ്യമില്ലേ? തീർച്ചയായിട്ടും വേണ്ടേ? അപ്പൊ ഇതിപ്പം നമ്മുടെ ഒരു തൊഴിലിന്റെ ഭാഗമായിട്ട് അതങ്ങനെ ചെയ്തു പോവാണ്. അത് നമ്മൾ ഏത് കഥാപാത്രം ചെയ്യുന്നു എന്നുള്ളതല്ല, ആ ചെയ്യുന്ന കഥാപാത്രം മനസ്സിലേക്ക് എടുത്തു വയ്ക്കുക, നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു അഭിനേതാവിന്റെ പ്രധാന കടമ. അപ്പൊ ചേട്ടനൊന്ന് ചിരിക്കാവോ? കാരണം ചേട്ടൻ ചിരിക്കും. ഞാൻ ഇത്രയും ഉദ്ദേശിച്ചില്ല. അല്ല, കാരണം ഭയങ്കര സീരിയസ് ആയിട്ടാണ് നമ്മൾ ഓൺ സ്ക്രീൻ കാണുന്നത്. അപ്പൊ ഈ വില്ലന്മാരൊക്കെ ചിരിക്കുമ്പോഴും തമാശ പറയുമ്പോഴും നമുക്കൊരു സന്തോഷമാണ്. അല്ല, ഞാൻ ജീവിതത്തിൽ ഭയങ്കര കോമഡിയാണ്. ഭയങ്കര അന്ന് ഞാൻ തന്നെ വീട്ടിൽ എല്ലാവരും പറയാം, വൈഫ് മിക്കവാറും പറയാറുണ്ട്, ചേട്ടാ ഈ കോമഡിയൊക്കെ ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നതൊക്കെ. അപ്പം ഇനി ചേട്ടന് കോമഡി ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണോ? പിന്നെ തീർച്ചയായിട്ടും കോമഡി കഥാപാത്രം എനിക്ക് ഇഷ്ടമാണ്. അതിപ്പം എന്താ പറയാ, അതിലേക്ക് മാറ്റി പിടിക്കണം ഇനി തമാശയൊക്കെ. അതെ, തമാശയൊക്കെ പറയേണ്ട സമയമായി. ചേട്ടൻ തമാശ പറയോ? പിന്നെ എന്റെ ഗുരുനാഥൻ തന്നെ ഏറ്റവും വലിയ തമാശക്കാരനാണ്, ജോണി ചേട്ടൻ, ജോണി ആന്റണി. അതെ ചേട്ടാ, ഈ ഫിഗർ ഇത് ബോളിവുഡ് ഹോളിവുഡ് ലുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നേ? ഹോളിവുഡ് ലുക്ക് എന്നല്ല, ലുക്ക് ജനറ്റിക്കായിട്ട് തന്ന ലുക്കാണത്. സുധികോപ്പയൊക്കെ ആദ്യം CID മൂസ കാണുമ്പോൾ സുധിക്ക് വിചാരിച്ചത് ഞാൻ ഹിന്ദിക്കാരാണെന്ന് വിചാരിച്ചിരുന്നത്. ഞാനും അങ്ങനെ വിചാരിച്ചു. ഞാൻ കുഞ്ഞായിരുന്നു, അന്ന് 3ാം ക്ലാസ് പഠിക്കായിരുന്നു. 3ാം ക്ലാസ് പഠിച്ചപ്പോഴാണ് ആദ്യമായിട്ട് സിനിമ കാണാൻ തുടങ്ങിയത്. അല്ല ചേട്ടാ, CID മൂസ ഞാൻ 3ാം ക്ലാസ്സിലായിരുന്നപ്പോഴാണ് റിലീസ് ആയത്. അതിനകത്ത് മറ്റേ പാട്ടൊക്കെ ഭയങ്കര അടിപൊളിയാ, ചിലമ്പൊലിക്കാറ്റ്. അതിനകത്ത് ഞാൻ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട്. അപ്പം ആ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്തും ചേട്ടൻ ഒരു ഹിന്ദിക്കാരനാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇതേപോലെ പച്ച മലയാളം സംസാരിക്കുന്ന ഒരു മലയാളിയാന്ന് ഇപ്പോഴാണ്, അല്ല നേരത്തെ അറിഞ്ഞു, എന്നാലും വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. ആ ഹിന്ദി ലുക്കുള്ളതുകൊണ്ട് ഞാൻ 20 വർഷമായിട്ട് ഈ മലയാള സിനിമയെ രക്ഷപ്പെടാതെ ഈ മലയാളം വിട്ട് വേറെ ഭാഷയിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും ചോദിക്കും എന്താണ് അന്യഭാഷ. എനിക്ക് അവിടെ പോയി നിൽക്കാനും ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് വീട്ടിൽ പോകണം. എനിക്ക് എറണാകുളം വിട്ട് അല്ലെങ്കിൽ കേരളം വിട്ട് ഉള്ള കളി അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മറ്റു ഭാഷയിൽ ഹിന്ദിയിലൊന്നും ഞാൻ അധികം ശ്രമിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം. ബേസിക്കലി മടിയനാണ്. പിന്നെ ഈ മലയാളത്തിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മലയാളത്തിൽ ഈ ഹിന്ദി ഫിഗർ ഉള്ളതുകൊണ്ട് ഈ നമ്മുടെ നാടൻ ക്യാരക്ടർ എല്ലാവർക്കും തരാൻ ഭയങ്കര വിഷമാവും. അവനൊരു ഹിന്ദി ലുക്കാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ബോധപൂർവം അങ്ങനെ അതിനുവേണ്ടി റിസ്ക് എടുക്കാനോ ചെയ്യാനോ തയ്യാറല്ല. അതങ്ങനെ ഒരു ഹിന്ദി ലുക്ക് മാറ്റി പിടിക്കാൻ ശ്രമിച്ചിട്ടുള്ള 2 പേരാണ്. ഒന്ന് ജോണി ചേട്ടനും ഒന്ന് ബെന്നി പി നായരമ്പലം. എന്നെ മാറ്റിയിട്ട് അവരെന്നെ നാടൻ കഥാപാത്രങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഒരു പടത്തില് MLA ആയിട്ടൊരു വേഷം തന്നിട്ടുണ്ട്. ഒരു പടത്തില് ഭയ്യാബയ്യയില് ഒരു മണികണ്ഠൻ എന്നുള്ള ഒരു കോൺട്രാക്ടറുടെ വേഷം തന്നിട്ടുണ്ട്. അത് ശ്രമിച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ ആരും അതിന് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതാണ് ഹിന്ദി ലുക്കിൽ ഇന്ന് നിലനിന്ന് പോകുന്നത്. പിന്നെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല, തന്തയും തള്ളയും തന്ന ഫിഗർ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അടിപൊളി ഫിഗർ ചേട്ടാ. എത്ര പേര് ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു ബോളിവുഡ് ലുക്ക്, അതായത് ഇങ്ങനെ ഇപ്പോഴത്തെ മലയാള സിനിമയ്ക്ക് അത് വേണ്ട. കാരണം എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നായക കഥാപാത്രം ചെയ്യാനുള്ള ഫിഗർ ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിനുള്ള ഞാൻ ശ്രമിച്ചിട്ടില്ല.
അതിലേക്ക് താല്പര്യമില്ല. വില്ലനാണോ ഇഷ്ടം? വില്ലനല്ല, ഡ്രാക്കുള നായകനാണ്, പക്ഷെ അതും നെഗറ്റീവ് ഷെയ്ഡുള്ള വില്ലൻ ക്യാരക്ടർ അല്ലേ. അതുകൊണ്ട് എന്തോ അങ്ങനെ ഒരു ക്യാരക്ടർ പിന്നെ കിട്ടിയിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ഇങ്ങനെ വില്ലനായിട്ട് തുടർന്ന് പോകുന്നു. സോ ചേട്ടാ, എങ്ങനെയായിരുന്നു CID മൂസയിലോട്ടുള്ള ആ വരവ്? CID മൂസയ്ക്കുള്ള വരവെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഈ എന്താ പറയുക, യാദർച്ഛ്യമായിട്ടാണ് സിനിമ നടനാണെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് പിന്നെ ഒരുപാട് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളത്. ഉദയേട്ടനെ കാണാൻ ഇടയായി എന്നുള്ളതാണ്, ഉദയകൃഷ്ണനെ കാണാൻ ഇടയായി എന്നുള്ളതാണ് സിനിമയിൽ വരാനുള്ള കാര്യം. അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹം എന്നെ CID മൂസയുടെ ഓഡീഷൻ നടക്കണമെന്ന് പറഞ്ഞു, വിളിച്ചു, കണ്ടു, ഇഷ്ടപ്പെട്ടു. ദിലീപേട്ടെ സെലക്ട് ചെയ്തു, ജോണി ചേട്ടൻ, എന്താ പറയുക, സിബി ചേട്ടൻ, എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഫിക്സ് ചെയ്തു, ആ ക്യാരക്ടർ ചെയ്തു. അത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊന്നും ഒരു പിടിയില്ലാത്ത സമയത്താണ് വരുന്നത്. ജോണി ചേട്ടൻ എന്ത് കാണിച്ചു തന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് സംഭവമെല്ലാം സിറ്റുവേഷനൊക്കെ പറഞ്ഞു തന്നിട്ട് ചെയ്യാൻ പറഞ്ഞപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഡയറക്ടറോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഡയറക്ടർ പറഞ്ഞു, ജോണി ചേട്ടൻ പറഞ്ഞു, പിന്നെ ഈ സംഭവം അങ്ങ് ചെയ്യുക, അല്ല അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ല അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അങ്ങ് ചെയ്താൽ പറയാം, നിന്നെ എന്തിനാ വിളിച്ചത്, നീ എന്തിനാ വന്നേ ഇവിടെ, അല്ല അഭിനയിക്കണം, അത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്, അല്ല എന്തെല്ലാം എങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാം, അല്ല പറഞ്ഞു തന്നെ പോലെ. അപ്പോൾ പുള്ളിക്ക് എന്തൊരു എനിക്ക് സംഭവം പിടികിട്ടി, കാര്യം ആദ്യമായിട്ട് ചെയ്യുന്നുള്ള പുള്ളി കാണിച്ചു തന്നു. പുള്ളി ആ CID മൂസയായാലും കൊച്ചി രാജാവായാലും ജോണി ആൻ്റണി എന്നുള്ള ഡയറക്ടർ എന്ത് കാണിച്ചു തന്നു, ആ ജോണി ആൻ്റണി എന്നുള്ള ആളെ മനസ്സിലേക്ക് ആവാഹിച്ചിട്ട് പുള്ളി പറയുന്നത് പോലും പുള്ളിയുടെ പ്രസൻറ്റേഷനും പുള്ളിയുടെ നടപ്പ് എല്ലാം എന്നിലൂടെ വന്നപ്പോഴാണ് ആ ക്യാരക്ടറൊക്കെ ഇന്ന് നിൽക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു പുള്ളി കാണിച്ചു തന്നത് ചെയ്തു. അങ്ങനെയാണ് CID മൂസയിൽ വരുന്നതും കൊച്ചി രാജാവ് വരുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് ഒരേ സമയത്ത് ഒരു വർഷം 2 വർഷം ഗ്യാപ്പിലാണ് ഈ 2 പടം ഇറങ്ങിയത്. അതെ. അപ്പം അത് ആദ്യ സിനിമ റിലീസ് കഴിഞ്ഞ് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും, അത് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. അപ്പം ആ സമയത്ത് റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, ഇന്ന് വരെ എന്നെ ആരും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. സുധീർ എന്ന് പറഞ്ഞാൽ അറിയും, ഡ്രാക്കുള സുധീർ എന്ന് പറഞ്ഞാൽ അറിയും, ഈ CID മൂസയിലെ വില്ലൻ എന്ന് പറഞ്ഞാൽ അറിയും. എനിക്ക് പുറത്തിറങ്ങാൻ അറിയാം, കാര്യം എന്നെ സിനിമയെ കാണുന്ന ഞാനും ഈ പുറത്തിറങ്ങി കിടക്കുന്ന ഞാൻ 100 പടത്തിന് അടുത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഈ 100 പടത്തിലായാലും അല്ലെങ്കിൽ 80 പടത്തിൽ അഭിനയിച്ചാലും ഈ 80 പടങ്ങളിൽ 80 രൂപത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അതെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ എന്നെ അടുത്തറിയാത്തവർ ഏതോ അന്യ നാട്ടുകാരൻ വന്ന് അഭിനയിച്ചിട്ട് പോകുന്നു എന്നുള്ള. എൻ്റെ പേര് സുധീർ എന്ന് പറഞ്ഞാൽ ഏത് സുധീർ കരമനയാണോ? അല്ല, നമ്മുടെ ഡ്രാക്കുള സുധീർ. അതിപ്പം ഡ്രാക്കുള ഇറങ്ങിയതിന് ശേഷം 2013 ശേഷം അങ്ങനെ പറയുന്നുള്ളൂ. അതിനു മുമ്പ് എന്നെ കണ്ടത് സിനിമ നടൻ എന്നോട് പേര് ചോദിക്കുന്നവരും ഒക്കെ ഉണ്ട്. അതിങ്ങനെ മിക്കവാറും മരിക്കുന്നവരങ്ങനെ ആയിരിക്കും, കാര്യം അത് എനിക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണത്. എന്നെ പുറത്തിറങ്ങിയാലും ആരും തിരിച്ചറിയില്ല. ഈ രൂപത്തിൽ ഞാൻ ഇന്ന് രാവിലെ എയർപോർട്ടിൽ പോയിരുന്നു, ഇയാളെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ എന്നല്ലാതെ ഇന്ന ആളാണോ എന്നറിയില്ല. എന്നാൽ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളും ഞാൻ ചെയ്തതല്ല അതെല്ലാം ജനത്തിനറിയാം. കഥാപാത്രങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരുത്തനാണ് കൊച്ചി രാജാവിലെ മുത്തുവും, പിന്നെ CID മൂസയിലെ ജണ്ടുവും, ഡ്രാക്കുളയൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ലൈക്ക് പഴയ സിനിമ ജോണി ചേട്ടനൊക്കെ ആയിട്ടുള്ള എക്സ്പീരിയൻസ്? അയ്യോ, രക്ഷയില്ല. ജോണി ചേട്ടൻ എന്ന് പറഞ്ഞാൽ ജോണി ചേട്ടനായാലും വിനയൻ സാറായാലും എൻ്റെ ലൈഫിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള പിന്നെ 2 ഡയറക്ടർമാരാണ്. ഒന്ന് ജോണി ആൻ്റണി, ഒന്ന് വിനയൻ സാർ. ഇവരുടെ കൂടെയുള്ള 2 പേരുടെയും കൂടെയുള്ള എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. ജോണി ചേട്ടൻ്റെ കൂടെ പുള്ളിയുടെ പടത്തിൽ അഭിനയിക്കേണ്ട, അല്ലാതെ തന്നെ അദ്ദേഹത്തിനോടായിട്ടുള്ള എന്താ പറയുക സമയം ഇതുപോലെ നേരം പോകുന്ന ഒരാൾ ജീവിതമില്ല. അതൊക്കെ എൻ്റെ ലൈഫിൽ കിട്ടിയൊരു ഭാഗ്യമാണ്. ഒരു സിനിമാ നടനാകാൻ കഴിഞ്ഞതിൽ വലിയ ഭാഗ്യമാണ്. ഇവരുടെ കൂടെ ഈ എന്താ പറയുക ദിലീപേട്ടൻ്റെയും ജോണി ചേട്ടൻ്റെയും ഉദയേട്ടൻ്റെയും കൂടെ ആ ഒരു എക്സ്പീരിയൻസ് അത് ഓരോ സിനിമയും ഓരോ അനുഭവങ്ങളാണ്. ഓക്കെ. അപ്പം ഇപ്പം ജോണി ചേട്ടൻ സിനിമയിലും വന്നു തുടങ്ങി, അതായത് ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ വന്ന് തുടങ്ങിയല്ല, അതെ, വന്ന് നിന്ന് കഴിഞ്ഞു. അതെ. അപ്പം ഇപ്പം ചേട്ടന് പണ്ട് തൊട്ടേ ജോണി ചേട്ടനെ അറിയാം. അപ്പം എങ്ങനെയുണ്ട് ആസ് എൻ ആക്ടർ? ഒരു രക്ഷയില്ല. ആക്ടർ എന്ന രീതിയിൽ, ഡയറക്ടർ എന്ന രീതിയിൽ പുള്ളി പൊളിയാണ്, ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞില്ലേ, പരകായ പ്രവേശമായിരുന്നു എൻ്റെ ഓരോ. ജോണി ചേട്ടൻ്റെ കൂടെ 8-9 പടത്തിൽ 10 പടത്തോളം അഭിനയിച്ചിട്ടുണ്ട്. 8 പടം. ഈ 8 പടങ്ങളിലും 9. അപ്പോൾ ഈ പടങ്ങളിലെല്ലാം
ഞാൻ പറഞ്ഞില്ലേ, പുള്ളി കാണിച്ചു തരുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അത് പുള്ളിയുടെ പടത്തിൽ മാത്രമേ, മറ്റുള്ള ഡയറക്ടേഴ്സിൻ്റെ ഇപ്പോൾ ജോഷി സാറിൻ്റെ പടത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജോഷി സാറൊക്കെ സിറ്റുവേഷൻ പറഞ്ഞു തരും, അങ്ങ് അഭിനയിക്കുന്നില്ലാതെ ജോണിച്ചേട്ടൻ്റെ പടത്തിൽ ജോണിച്ചേട്ടൻ എനിക്ക് അഭിനയിച്ച് കാണിച്ചു തരും. ബയ്യയിലെ മണികണ്ഠൻ എന്നുള്ള ക്യാരക്ടർ അത് ജോണിച്ചേട്ടനാണ്. കൊച്ചിരാജാവിലെ പിന്നെ മുത്തു ജോണിച്ചേട്ടനാണ്, എല്ലാം ജോണിച്ചേട്ടനാണ്. അത് ഞാൻ അതാ അദ്ദേഹത്തിൻ്റെ പടത്തിൽ മാത്രം എനിക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. ഞാനത് പുള്ളിയെ ഇമിറ്റേറ്റ് ചെയ്ത് അഭിനയിക്കുക. പുള്ളി ഇപ്പം അതിൽ നിന്ന് എന്നിൽ നിന്ന് ഇറങ്ങിയിട്ട് പുള്ളി സ്വന്തമായിട്ട് അഭിനയിച്ച് ഹിറ്റാക്കുന്നു, ഹിറ്റുകളുണ്ടാക്കുന്നു. അതാണ്. ഓക്കെ. അപ്പൊ ആദ്യ സിനിമകളെല്ലാം പുറത്തെ, അതായത് കേരളത്തിലെ ആളല്ല എന്നുള്ള ഒരു ടാഗ് ആയിരുന്നു ചേട്ടന്. അപ്പം ആഗ്രഹിച്ചിട്ടുണ്ടോ മലയാളിയായിട്ട് ചെയ്യണം എന്ന്, അതായത് മലയാളി ക്യാരക്ടേഴ്സ്? ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരുപാട്. ഇപ്പം ബയ്യ എന്നുള്ള പടം ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഒരു മലയാളി തനിമയുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന്. പക്ഷേ ഇത് ഞാൻ വിചാരിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പം ഈ മറ്റുള്ളവർക്കും അവർക്കൂടെ തോന്നണ്ടേ, ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടെ തോന്നണ്ടേ. അപ്പോൾ ഇപ്പം അത് അങ്ങനെ ഒരു ഭാഗ്യം വന്നിട്ടുണ്ട്. കാരണം ബെന്നി പി നാരമ്പലം, ജക്സൺ ആൻ്റണി ചെയ്യുന്ന ഒരു സെക്കൻഡ് ക്ലാസ് യാത്രയൊക്കെ ചെയ്യുന്ന അന്ന ബെൻ നായികയാവുന്ന മാത്യുവൊക്കെ അഭിനയിക്കുന്ന സിനിമയിൽ ഒരു നാടൻ ക്യാരക്ടർ, അതൊരു ഭയങ്കര ഒരു ഭാഗ്യമാണ്. അതിപ്പം ഷൂട്ട് തുടങ്ങുകയാണ് ഉടനെ. ഓക്കെ, സന്തോഷായി. ഓക്കെ. ബൈ ദ വേ, ഇതിനകത്ത് എങ്ങനെയാണ്, വില്ലനാണോ അതോ ഇതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയില്ല. സസ്പെൻസ് ആണ്, കാണണം അല്ലേ? ഓക്കെ. ചേട്ടൻ്റെ പേഴ്സണൽ ലൈഫ് മാറ്റേഴ്സ്, പേഴ്സണൽ ലൈഫിൽ നടന്ന പല കാര്യങ്ങൾ ഈ ഇടയായിട്ട് ഭയങ്കര വൈറലാണ്. സോഷ്യൽ മീഡിയയിൽ അതിങ്ങനെ ആളിക്കത്തിക്കൊണ്ട് അതുകൊണ്ട്, പിന്നെ അതല്ലാതെ പല കാര്യങ്ങളും ഉണ്ട്. മറ്റേ കുഞ്ഞിനെ ദാനം ചെയ്തു. എൻ്റെ ദൈവം, ഇത് പറഞ്ഞു എടുത്തു. അതൊക്കെയെന്ന് പറഞ്ഞാൽ അസുഖം വരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും സംഭവിക്കാം, മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ ഈ യുഗത്തിൽ എനിക്ക് തോന്നുന്നത് 100-ൽ 2 പേർക്ക് ക്യാൻസർ കാണും. കാരണം നമ്മുടെ ഫുഡ് ഹാബിറ്റ് ഒന്ന്, നമ്മൾ ജീവിക്കുന്ന ഒരു ഭയങ്കര ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മെഡിസിൻസും ഇവിടെ നമ്മുടെ ഫുഡ് ഹാബിറ്റ് അങ്ങനെ പലതും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അസുഖം വരാം. നമ്മൾ പിന്നെ അത് നമ്മളെങ്ങനെ ഫേസ് ചെയ്യുന്നു, നമ്മളെങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു, അതൊക്കെയാണ്. അപ്പോൾ ഏതായാലും ഞാൻ തൽക്കാലം ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ രണ്ടാമത് വരുമ്പോഴല്ലേ പോട്ടുപുല്ല്, അത് കുഴപ്പമില്ല. പിന്നെ വിവാദങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരുത്തനാണ്. എന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത്, കുഞ്ഞിലെ തൊട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത് ഞാൻ ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്തവരാണ്. ഒട്ടുമിക്ക ആളുകൾക്ക് അത് തന്നെ ആയിരിക്കും അനുഭവം, യാതൊരു സംശയമില്ല. പിന്നെ കാരണം നമ്മൾ ജീവിതത്തിൽ ആരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നു അവർ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറും. അതെൻ്റെ അനുഭവമാണ്, എല്ലാവരും അനുഭവം അത് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ കുഞ്ഞുനാൾ മുതൽ, പഠിക്കുന്ന കാലം മുതൽ വിവാദങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ കൂടപ്പിറപ്പാണ്. പിന്നെ രേവതി നാളാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ രേവതി നാളെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം 70-71 സ്വഭാവമാണെന്നൊക്കെ പറയുന്നു. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ എന്താണെന്നറിയില്ല, നാളിൻ്റെ ആണെന്ന് തോന്നുന്നത് ഈ ചീത്തപ്പേര് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ പോലും അറിയാതെ കേട്ടിട്ടുണ്ട്. കാര്യം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം ഒരു കിളി അതിനെ അല്ലെങ്കിൽ ഒരു മാങ്ങ കല്ലെറിഞ്ഞ് വീഴ്ത്തേക്കെന്ന് പറഞ്ഞാൽ ഞാൻ ആ മാങ്ങയ്ക്കിട്ട് എറിയണ കല്ല് ആ മാങ്ങയ്ക്ക് കൊള്ളാതെ അപ്പുറത്തെ വീട്ടിൽ തുണി അലക്കിക്കൊണ്ട് നിൽക്കണ ആ അമ്മണി ചേച്ചിയുടെ തലക്കിട്ട് പോകും. അത് ഞാൻ എറിയുന്നത് മാങ്ങയ്ക്കാണ്. പക്ഷെ അവരെ എല്ലാവരും കൂടെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് കല്ലെറിഞ്ഞാണ് ഞാൻ ഇവിടുന്ന് പണിയെടുത്തത്. പക്ഷെ ഞാൻ എൻ്റെ ഡ്യൂട്ടി കറക്റ്റായിട്ട് വാങ്ങിയിട്ട് എറിയുന്നുണ്ട്. കൊള്ളുന്നത് അമ്മണിച്ചിയുടെ തലയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ തലയിൽ ആ കുറ്റങ്ങളും അക്രയും എല്ലാം അങ്ങനെ എല്ലാ കേസ് കിട്ടുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം എൻ്റെ തലയ്ക്ക് വരും. അങ്ങനെ ഇന്നും അത് ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നു, യാതൊരു സംശയമില്ല. അതിൽ നിന്ന് ഒരു ബ്രേക്കും ഇല്ല. ഞാൻ എന്ത് നല്ലത് ചെയ്താലും അതെല്ലാം കറങ്ങി തിരിഞ്ഞ് എനിക്ക് ചീത്തയായിട്ട് വരും. എല്ലാം എങ്ങനെയാണ്, ഞാൻ ആർക്കെങ്കിലും ഉപകാരം ചെയ്താൽ അതൊക്കെ എനിക്ക് തിരിഞ്ഞ് ഉപദ്രവമായിട്ട് വരും. അതൊക്കെ അതിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിവാദങ്ങൾ എൻ്റെ കൂടപ്പിറപ്പാണ്. അതിൽ ഞാൻ ആദ്യമൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാനതുകൊണ്ട് രാവിലെ
എൻ്റെ വിവാദങ്ങളൊന്നും കേട്ടില്ലല്ലോ എന്ന് ഞാൻ നിങ്ങളുടെ വൈഫിനോട് ചോദിക്കും. അതെല്ലേ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും മനുഷ്യാന്ന് പറയും. എന്ത് ചെയ്യാനാ? എന്നിട്ട് ഞാനായിട്ട് തന്നെ എന്തെങ്കിലും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അതുകൊണ്ട് എനിക്കിത് വിഷയമല്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പല പല സുധീർ പോലീസിനെ അറസ്റ്റ്, എന്നെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാൻ ടി വിക്കകത്തോടെ എന്നെ അറസ്റ്റ് ചെയ്തിട്ട് ഞാൻ ടി വിക്കകത്ത് കണ്ടിട്ടുണ്ട്. ആ തീർച്ചയായിട്ടും. സുധീർ ജാമ്യം. ഞാൻ എന്നെ പോലെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇതെല്ലാം അതും ഞാൻ ചീത്തപ്പന ചോദിച്ചു നോക്കാം. എൻ്റെ ഞാനിവിടെ ഇല്ലീഗലായിട്ടൊരു സാധനം ചെയ്യുന്നില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല, ഒരു പരിപാടിയില്ല. ആരെങ്കിലും നെഗറ്റിവിറ്റി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ഞാനിവിടെ നിന്ന് ഒഴിഞ്ഞു പോവുക ചെയ്യുന്നത്. അതുവരെ ഞാൻ കെയർഫുള്ളായിട്ട് നിൽക്കുന്നതാണ്. ഞാൻ എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗാങ് വാറ തമ്മിൽ തല്ല് കളിക്കുമ്പോഴത്തേക്ക് വേണ്ട എന്നുള്ള നടുക്ക് മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ഒരുത്തനാണ് ഞാൻ. കാരണം അതുപോലെ ആഗ്രഹിക്കുന്നത്. എന്നാലും പേര് ചിലപ്പം ഗുണ്ട, സുധീറോ, യോ അടുക്കരുത്, ഭയങ്കര സാധനമാണ്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സുധീർ അയ്യോ അവനാണ് അതിൻ്റെ കൂട്ട്, ഇതുപോലെ വൃത്തികെട്ടവൻ, അവൻ നിങ്ങളോട് എന്ത് വൃത്തികെട്ടാണ് ചെയ്തത്. അല്ല ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അല്ല എങ്ങനെ കേട്ടിട്ടുണ്ട്? അല്ല മറ്റുള്ളവർ പറഞ്ഞിട്ട്. എത്ര പേരാ പറയുന്നതെന്നറിയാമോ? ഇപ്പം മോള് എൻ്റെ ഇൻ്റർവ്യൂ എടുത്തു. ഇന്ന് സുധീരേട്ടൻ്റെ, അയ്യോ അയാളെടുത്തിരുന്നോ, അതുപോലെ വൃത്തികെട്ടവൻ വേറൊന്നുമില്ല എന്ന് പറയുന്ന പിന്നെ അങ്ങനെ ഒരു സംഭവം അടിച്ചങ്ങ് ഏൽപ്പിച്ചേക്കാ ശരീരത്തേക്ക്. ഇന്ന് വരെ ഒരു പെണ്ണിനോടോ ഒരാളോടും ഞാൻ കുട്ടി നല്ല ഡ്രസ്സ് ഇട്ടുണ്ടോ ഞാൻ കുട്ടി നടക്കേണ്ട, ഞാൻ വായി നോക്കും. എനിക്ക് വായി നോക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ഹോബിയാണ്. അല്ലേ, നിങ്ങളെന്തിനാണ് ഡ്രസ്സ് ചെയ്യുന്നത്? നിങ്ങൾ നല്ല ഡ്രസ്സ് ഇടുന്നത് എന്തിനാണ്? നിങ്ങൾ ലിപ്സ്റ്റിക് ഇടുന്നത് എന്തിനാണ്? നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റേ ഇതിട്ടുകൊണ്ട് നടന്ന പോലെ പറഞ്ഞിട്ട് നടന്നാ പോരെ. നിങ്ങൾ നോക്കുന്നത് ലേഡീസ് ഒരുങ്ങുന്നത് ആണുങ്ങളെ കാണിക്കാൻ വേണ്ടി ആണ് ചക്കരേ, ആണ് കാര്യം. ലേഡീസ് പെണ്ണുങ്ങളെ കാണിക്കും ഒരു പരിധിവരെ. ഒരു പെണ്ണ് ഇയാൾ നല്ലോണം ഒരുങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു പെണ്ണിന് ഇയാളോട് അസൂയ ഉണ്ടാവളെ തീർച്ചയായിട്ടും. അവൾ എന്നെക്കാൾ ഒരുങ്ങി, അവളോട് ഞാൻ എന്ത് ഉള്ളിൻ്റെ ഉള്ളിൽ കൊള്ളാൻ കേട്ടോ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കുശുമ്പ് കാണും. അതാണ് പെണ്ണ് ഉണ്ട്. അതാണ് അങ്ങനെ രണ്ട് മല എന്നുള്ള അതൊരു പഴഞ്ചൊല്ലാണ്. അത് പിന്നെ പറയാം, അത് പറയുന്നില്ല ഇവിടെ. അത് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ പെണ്ണുങ്ങൾ ഒരു പെണ്ണ് ഒരുങ്ങുന്നത് വേറൊരു പെണ്ണിന് ഇഷ്ടമല്ല, പക്ഷെ ആണിന് ഇഷ്ടമാണ്. എന്നെക്കുള്ള വായി നോക്കികൾ അത് നോക്കും, അത് ആസ്വദിക്കും. അങ്ങനെ ആസ്വദിച്ചില്ലെങ്കിൽ പെണ്ണില്ല കുഞ്ഞ്. ഇല്ല ഇല്ല, സത്യമാണ്, പെണ്ണില്ല. അപ്പൊ അത് അങ്ങനെ വായി നോക്കുമ്പോ പറയും, ആ നടൻ സുധീറുണ്ടല്ലോ, എന്ത് വായി നോക്കില്ല ഇത് പറയും. അല്ല അപ്പോ ഇത് ഞാൻ എന്നോട് വേറൊരു ഫ്രണ്ട് പറയാ, സുധീരേട്ടൻ ഇന്ന ആളെ വളയ്ക്കാൻ നോക്കിയോ? ഞാൻ പറഞ്ഞ ആരെ? ഇന്ന പേരുള്ള ഇന്ന ആളെ. ഞാൻ പറഞ്ഞില്ല. പിന്നെ വളയ്ക്കാൻ നോക്കി, നമ്പറൊക്കെ ചോദിച്ചു, പുള്ളിക്കാരി തന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. ഗോഡ് പ്രോമിസ്, അമ്മ സത്യമായിട്ടും ദൈവത്തെ സൈഡിനെ ചോദിച്ചില്ല. ഇന്നയാൾ അറിയില്ല. ഇത് സ്വന്തമായിട്ട് മൈലേജ് എടുക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും എന്നെ താത്തിക്കെട്ടാൻ വേണ്ടിയിട്ടും ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കൊച്ചു സുഖമുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഈ വിവാദങ്ങളുടെ കൂടെയും അപവാദങ്ങളുടെ കൂടെയും ഇതും വരുന്നുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്നൊരു നടനെ പറ്റി പറയുമ്പോൾ, എൻ്റെ സുഖേട്ടാ പുള്ളി എന്തുവാ? ഞാൻ പറഞ്ഞ നിങ്ങൾ നോക്കിയോ അയാൾ? പിന്നെ നിങ്ങൾ നോക്കാനല്ല, പിന്നെ എന്താ പറയുക, നിങ്ങൾ കാണാൻ മോന്തിരിച്ച് പോകണോ? നോക്കട്ടെ, അതൊരു പെണ്ണ് ദൈവം സൃഷ്ടിച്ചിട്ട് ആണെങ്കിൽ നോക്കാൻ പറ്റും. എന്നെ കയറി പിടിച്ചൊന്നുമില്ലല്ലോ, റേപ്പറ്റൻ്റ് ഒന്നും നടത്തിയിട്ടില്ലല്ലോ. നോക്കട്ടെ, നോക്കും, ഞാനും നോക്കുമല്ലോ. ഞാൻ എത്ര പേരോട് പറയുന്നുണ്ടെന്നറിയോ? പക്ഷെ ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കുന്നില്ലെന്നായിരുന്നു. നീ അങ്കിൾ ആ സത്യം മനസ്സിലായി. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും കണ്ട് ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ മറന്നു പോകും. ഞാൻ വായി നോക്കിയിരിക്കും, എന്നെ തെറ്റിദ്ധരിക്കരുത്. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ ചേട്ടാ, അങ്ങനെയാണെങ്കിൽ അതായത് ചേട്ടൻ സിനിമയൊക്കെ ചെയ്തത് യങ് ആയിട്ടുള്ള ടൈം ആയിരുന്നല്ലോ. അപ്പം ഫിലിം ഫീൽഡിൽ ആരോടെങ്കിലും അല്ലെങ്കിൽ കൂടെ അഭിനയിച്ച ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? എന്തൊരു കള്ളം ചിരി. സത്യമായിട്ട് ഞാൻ തുറന്നു പറയാത്ത ഒത്തിരി പ്രണയം ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയോ, ഈ പ്രണയം തുറന്നു പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പെണ്ണുമ്പിള്ളയുടെ കൈ കൊണ്ട് ഞാൻ മരിക്കും, കെട്ടിയുള്ള, അല്ലെങ്കിൽ അവളുടെ കൈ കൊണ്ട് ഞാൻ മരിക്കും. ഈ മരണത്തെ പേടിച്ച് നമുക്കിതല്ല, നമുക്ക് ഒരു സൗന്ദര്യമുള്ളൊരു പെണ്ണെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഈ ഗ്യാപ്പ്, ഒരു ഡിസ്റ്റൻസ്, ഈ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ പ്രണയിക്കണം.
ആണോ? അങ്ങനെ പ്രണയിക്കാന്നല്ല, നമുക്ക് നമ്മൾ പ്രണയം മനസ്സിലല്ലേ. അതങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മനസ്സിൽ തോന്നുന്നത് പുറമെ കാണിക്കാതിരുന്നാൽ മാത്രം മതി. ഈ കാണിക്കുമ്പോഴാണ് ഇതെല്ലാം. ഞാനിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലരോട് ഒരു ആരാധന പ്രണയമൊക്കെ തോന്നിയിട്ടുണ്ട്. അത് മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിപ്പുണ്ട്. നമ്മളോട് എങ്ങും മരിക്കട്ടെ, അതല്ല നല്ലത്. ആർക്കും പറഞ്ഞ പ്രശ്നം അയ്യോ ഭയങ്കര പ്രശ്നമാണ്. അല്ല, പ്രിയ എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ സ്വാതന്ത്ര്യം എന്താണെന്നറിയാം. ഞാൻ പ്രിയങ്കയുടെ വണ്ടിക്കകത്ത് പോകുമ്പോഴത്തേക്ക് ചേട്ടാ ഒരു പെണ്ണ് പോകണം, നോക്കി എന്ത് രസം, നോക്കിയാ ചേട്ടന് പറ്റിയ പെണ്ണ്, ഗോഡ് പ്രോമിസ്. ആ അതെ, ഞമ്മടെ ഇപ്പൊ വിളിച്ചു ചോദിക്കാം, സീരിയസ് ആയിട്ട്. ആ കറക്റ്റായിട്ട് പറയുന്ന പോലെ പിന്നെ ചേട്ടന് പറ്റിയ പെണ്ണ്. അപ്പോൾ പോരടി. അപ്പം ഞാൻ അതിൻ്റെയുള്ള എന്നെ കമൻറ്റ് പറയും, അവിടെ ഗുജ് ഗളൻ. ആ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വൈഫിനെ കിട്ടിയുകൊണ്ട് നമുക്ക് തെറ്റ് ചെയ്യാൻ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ആളെ കിട്ടും. നമ്മളെ ഒരു ഭാര്യ നമ്മൾ ഒരുപാട് ഒരു പരിധിക്കുള്ളിൽ സംശയിക്കുകയാണെങ്കിലോ പിന്നെ ഇറിറ്റേറ്റ് ചെയ്യുകയാണെങ്കിലോ നമ്മൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ കള്ളത്തരം കാണിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് ഏത് ഭർത്താക്കന്മാരായാലും എനിക്ക് പറയാനുള്ളത്, അവരുടെ വഴിക്ക് വിടുക. അവർ വേറെ പെണ്ണെ പിടിക്കുകയാണെങ്കിൽ കൊണ്ട് അവരെ ജീവിതത്തിൽ മനസ്സമാനം നഷ്ടപ്പെടും. പിന്നെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവും, വീട്ടിൽ എലി കയറും. എലി എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ എലി കയറി കഴിഞ്ഞാൽ അത് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടാക്കാതെ പോകില്ല. അത് ഈ സംശയം എന്ന് പറഞ്ഞാൽ ഒരു എലിയാണ്. അത് എന്നുള്ള സാധനം അത് വിട്ടേക്കുക. അതിന് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അതെങ്ങനെ നിർത്തിക്കും, ഞാനത് അറിഞ്ഞു എന്ന് പറയുമ്പോൾ അയാൾ അവൾ അറിഞ്ഞു, എന്നിട്ട് അവളൊന്നും പ്രതികരിച്ചില്ല. തല്ലും വഴക്കുണ്ടാക്കുന്ന അർത്ഥമില്ല. പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ജീവിച്ചു പോകുക. അങ്ങനെ ഒരു നല്ലൊരു ഭാര്യയെ കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം തുറന്നു പറയാനുള്ളൊരു പ്രചോദനം. പ്രിയ ചേച്ചിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു. ഞാൻ കല്യാണം കഴിക്കുന്നതിന് കുറച്ച് ഒരു മാസത്തോളം ഞങ്ങൾ ലവ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുക. മാരേജ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ പ്രണയം തന്നെ എപ്പോഴും. അടിപൊളി. ചേട്ടനെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ എന്താ പറയുക, ഡിസ്റ്റർബിൾ ആകുന്നത് പറഞ്ഞാൽ നമ്മൾ മനസ്സറിയാത്ത കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ അവരവരൊക്കെ പറയുമ്പോഴും ഞാൻ ഇങ്ങനെയാണെന്നുള്ളത് അറിയാം, ഞാൻ ഇങ്ങനെയാണ്. പിന്നെ അത് ഈ പറഞ്ഞ് ഫലിപ്പിക്കുമ്പോഴത്തേക്ക് പിന്നെ അത് ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്റ്റർബ് ചെയ്യും. പിന്നെ ഞാൻ സുധി നീ ഇങ്ങനെയല്ല എടാ, അടി മൂടൗട്ടായിരുന്നു, സ്വയം മോട്ടിവേഷൻ. അപ്പോൾ ഞാൻ എന്നെ തന്നെ അങ്ങ് ഇത് ചെയ്യും. അപ്പോൾ ഉടനെ ഡോക്ടർ വന്നിട്ട് പറയണം, സുധീർ വിഷമിക്കരുത്, സുധീറിന് ക്യാൻസറാണോ? ആണോ ഡോക്ടർ? അതെ. അതിന് നിങ്ങളെന്തിനാ വിഷമിക്കണം, എനിക്ക് വിഷമില്ലെങ്കിൽ. ഉടനെ സുധീര ക്യാൻസറാണോ, കൂൾ, ഓക്കെ, ഇത്രേ ഉള്ളൂ. ആകാശം ഇടിഞ്ഞു വീണാലും താങ്ങി നിർത്തും. ആ ഒരു മൈൻഡ് ദൈവം തന്നിട്ടുണ്ട്. അത് തന്നെ ഞാൻ ജീവിതത്തിൽ മുന്നോട്ട് പോകും. ചേട്ടനെ പറ്റി തന്നെ കേട്ടിട്ടുള്ള ഗോസിപ്പ് എന്താണ്? ഒത്തിരി. ഇത് തന്നെ ഈ സാധനം തെണ്ടി, ഗുണ്ട, വൃത്തികെട്ടവൻ, വായി നോക്കി. അല്ല അത് ഗോസിപ്പല്ല, അതാണ് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് പറഞ്ഞു തീർക്കും. ചക്കരെ പറയട്ടെ, എല്ലാവരും ചക്കരയെന്ന് വിളിക്കുള്ളൂ കേട്ടോ. അതിനുകൊണ്ട് എന്നെ ചക്കരെന്ന് വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കരുത്. അതെന്തെങ്കിലും ആവട്ടെ. അത് ഞാൻ പറഞ്ഞില്ല, ഗുണ്ട, തെണ്ടി, വായി നോക്കി. അല്ല പറയട്ടെ, ഇത് ഈ സാധനങ്ങളെല്ലാം സത്യമാണ്, ഇതല്ല. പക്ഷെ ഇത് പറയുമ്പോൾ ഉണ്ടല്ലോ ചെറിയ വിഷമം. അതാണെന്ന് ഞാൻ തന്നെ പറയുന്നുള്ളൂ. ഞാൻ വായി നോക്കിയാണ്, ഞാൻ വായി നോക്കും, നല്ല സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കേട്ടോ നോക്കും. പക്ഷെ എനിക്ക് ചില സമയം എന്ന് പറയാം, ഇത് സത്യം പറഞ്ഞാൽ ഈ നമ്മൾ പെങ്ങന്മാരെ പോലെ കാണുന്ന ചിലരൊക്കെ അവരെയൊക്കെ വായി നോക്കും എന്ന് പറയുമ്പോൾ സങ്കടം വരും. മനസ്സിലായില്ലേ? ഈ നമ്മൾ എന്താ പറയുക, ഇന്ന പോലെ അയ്യോ ഇവര് ഉള്ള എൻ്റെ ഒരു ചേച്ചിയെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവരോട് ചേച്ചി എന്താ പേര്, അത് സത്യം പറഞ്ഞാൽ അവർ വേറൊന്നുമല്ല. നമുക്ക് ചിലരോട് ഒരു റെസ്പെക്റ്റും ബഹുമാനം. ഉടനെ ചേച്ചി സുഖമാണോ, കൊള്ളാം കേട്ടോ, നല്ല ഇതൊക്കെയാന്ന് പറയുമ്പോൾ അവൻ എന്നെ വിളയ്ക്കാൻ നോക്കി. അതൊക്കെ സഹിക്കാൻ മേല. നമ്മൾ ഒരിക്കലും പിന്നെ അവരെ ആ ഏരിയക്ക് പോയില്ല. അവരൊക്കെ അവരെ വിളയ്ക്കാൻ നോക്കി എന്ന് പറയുമ്പോഴുണ്ടല്ലോ ചങ്ക് തകർന്നു പോകും.
അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ചോണ്ടാന്നൊരു തോന്നലൊക്കെ മനസ്സിലുണ്ടാകും. അതൊക്കെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. സംഭവം പിടികിട്ടി മനസ്സിലായി ചേട്ടൻ്റെ ആ രോദനം എനിക്ക് മനസ്സിലായി. ഗദ്ഗതം. ആ പോട്ട് ചേട്ടാ, ചേട്ടൻ ഇത്രയും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ചേട്ടനെ ആൾക്കാർ ഒരിക്കലുമല്ല. ഇന്നസെന്റ് ചേട്ടൻ ഭയങ്കര പ്രശ്നത്തിലാവും. വെറുതെ അങ്ങനെ ഒരു സാധനം മാത്രമേ വരും. ദുർബലൻ, നിർമ്മലൻ എന്നൊക്കെ പറയൂ. ഓക്കെ, ഇത്രയും നിർമ്മലനായ ഒരു ചേട്ടനെ ഞാൻ ലോകം തെറ്റിദ്ധരിച്ചു പോയി. പോട്ട് ചേട്ടാ, നമുക്ക് ഈ ഇന്റർവ്യൂയിലൂടെ എല്ലാം നമുക്ക് തിരുത്തി എഴുതണം. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാരും നന്നായിരിക്കുക, പരസ്പരം കലഹിക്കാതിരിക്കുക, ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരും രാഷ്ട്രീയം, ജാതി, മതം എന്നുള്ള ഈ സാധനങ്ങളൊക്കെ എടുത്തു കളഞ്ഞിട്ട് രാഷ്ട്രീയക്കാരുടെ ഈ ചട്ടകത്തിന് ഇട്ട് നിന്നു കൊടുക്കാതെ അവനവൻ്റെ നല്ല മനസ്സുകൊണ്ട് പരസ്പരം സ്നേഹിച്ച് ഏകോദര സഹോദരന്മാരെ പോലെ എല്ലാവരും കഴിയുക. ക്രിസ്മസും പെരുന്നാളും ഓണവും എല്ലാം കൂടെ പഴയ കാലം പോലെ ഒരുമിച്ച് ആഘോഷിച്ച് വെറുതെ എന്താ പറയുക, സംഘി കൊങ്കി സുഡാപ്പി മറ്റേ ചാണകം ഇതൊന്നും പറയാതെ എല്ലാവരും വേണം നമുക്ക്. അവരാണ് നമ്മുടെ മുന്നോട്ടുള്ളത്. അതിന് ഈ എന്താ പറയുക, പണ്ട് കാലഘട്ടങ്ങളിൽ പിന്നെ അന്ന് മൊബൈലും ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഈ ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചതൊക്കെ പാടെ വിശ്വസിച്ച് അതിൽ മുഴുവൻ അതിൻ്റെ പേരിൽ തമ്മിത്തല്ലേ കലഹിക്കാതെ എല്ലാവരും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന ആണുങ്ങളെ കേട്ടോ, പെണ്ണുങ്ങളെ ഉമ്മ വെച്ച് ഇങ്ങനെ കഴിഞ്ഞ് അവിടെ തെറ്റിദ്ധരിക്കരുത്. അപ്പം അങ്ങനെ കഴിഞ്ഞു പോകണം. അതാണ് പരസ്പരം, ആ പരസ്പരം സ്നേഹത്തോടെ കഴിഞ്ഞു പോകാം. അതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഇൻ്റർവ്യൂ കൊള്ളായിരുന്നു, പക്ഷേ ഇയാൾ പോരാ. ഇൻ്റർവ്യൂ ചെയ്ത ആൾ പോരാ. ചോദ്യങ്ങളൊക്കെ പിന്നെ വളരെ ശോകമായിരുന്നു. പക്ഷേ ഞാൻ ഉത്തരങ്ങളൊക്കെ ഗംഭീരമാക്കി തന്നു. ഞാൻ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. വളർന്നു വരുന്ന കലാകാരിയെ അതുകൊണ്ട് ചേട്ടാ ഇനി ആരോടും ഇനി ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. സോ ഇത്രയും നേരം നമ്മുടെ സുധീർ ചേട്ടനായിരുന്നു. കുറേ കാര്യങ്ങൾ പറഞ്ഞു, തമാശകൾ പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ഗോ. ആൻഡ് ദിസ് ഇസ് ഷാന ജസൻ സൈനിങ് ഓഫ്. ബൈ.